ലോഹിതദാസും ഞാനും കിരീടത്തിൻ്റെ നിർമ്മാതാവ് ഉണ്ണിയും കൂടെ ട്രെയിൻ യാത്രയിൽ ഞങ്ങളുടെ ഒരു കാഷ്വലായിട്ടുള്ള ടോക്കിൻ്റെ ഇടയിലാണ് പറഞ്ഞത്, സേതുമാധവൻ ഇപ്പോൾ എവിടെയായിരിക്കും, അച്യുതനാർ ഇപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഞങ്ങളൊരു വളരെ കാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ നിന്നാണ് ഇതിൻ്റെ ചിന്ത ആദ്യം ഉണ്ടാകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കിരീടത്തെക്കാൾ കണ്ടൻറ് വൈസ് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമ ചെങ്കോല് തന്നെയാണ്. കാരണം കിരീടത്തിലെ കഥാപാത്രങ്ങൾക്കൊരു അനുഭവങ്ങളുടെ പശ്ചാത്തലമില്ല. മോഹൻലാലിൻ്റെ സേതുമാധവൻ എന്ന് പറയുന്ന ആളൊരു ബോയ് നെക്സ്റ്റ് ഡോർ. അയാൾ അച്ഛൻ്റെ അനുസരണയുള്ള മകൻ, അച്ഛൻ്റെ സ്വപ്നങ്ങളെ സാധ്യമാക്കാനും SI സെലക്ഷന് വേണ്ടി പഠിക്കുകയും ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ഒരാൾ. പക്ഷേ ചെങ്കോലിലേക്ക് എത്തുമ്പോൾ ഈ കഥാപാത്രങ്ങളുടെയൊക്കെ പശ്ചാത്തലം വല്ലാത്തൊരു ദുരിതങ്ങളുടെ അനുഭവങ്ങളുടെ ഒരു ഭാണ്ഡം ചുമക്കുന്നുണ്ട്. എപ്പോഴും ആൾക്കാർ കിരീടത്തെ വാഴ്ത്തുമ്പോഴും കിരീടം ശരിക്കും മലയാളത്തിലുള്ള ഏറ്റവും മികച്ച സിനിമ തന്നെയാണ്. അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ചെങ്കോലിൻ്റെ മഹത്വത്തെ കുറച്ച് കാണാൻ പറ്റില്ല.